അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 3 വർഷവും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഐശ്വര്യ കൂടെ വർക്ക് ചെയ്തതായിരുന്നു. ഇപ്പോൾ ആൾ നോർവേയിലാണ്. ഇപ്പോൾ ആളുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൂട്ടം കറികളുള്ള ചോറും ഒക്കെ ഡെയിലി കൊണ്ടുവരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എല്ലാ ദിവസവും എനിക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ആഹാരം എന്നും കിട്ടുമായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഇവള് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇവള് കഴിഞ്ഞ ദിവസം ഇവിടെ ക്യാമ്പസിലോട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആളിപ്പോൾ നോർവേയിലാണ്. ആള് പോയപ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഇല്ല എന്നൊന്നും പറയുന്നില്ല. ആ, പിന്നെ ആൾ നല്ലൊരാളായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, എന്താ പറയുക, ആളുടെ ഭക്ഷണത്തിൻ്റെ രുചി പോലെ തന്നെ ആയിരുന്നു ആളുടെ ആ ഒരു ക്യാരക്ടർ കേട്ടോ. എല്ലാവരും വല്ലാതെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, എന്താ പറയുക, നമ്മൾ എല്ലാവരുടെ കൂട്ടത്തിൽ ഇതേപോലെ നല്ല നല്ല ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വളരെ ചുരുങ്ങിയ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇന്നസെൻ്റ് ആയിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെയൊക്കെ വളരെ ചുരുങ്ങിയ ആൾക്കാരൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും അതേപോലത്തെ ഒരാളാണ്. ഭയങ്കരമായിട്ട് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇന്നസെൻ്റ് ആണ്. എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ലൊരു തിക്കൊരു ഒരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു, എന്താ പറയുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കിപ്പോൾ ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ ഇട്ടിട്ട് പോകുന്നതിലാണ് അവൾക്ക് ഭയങ്കര വിഷമം. എങ്കിലും ഇങ്ങനത്തെയൊക്കെ ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമല്ലേ. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ കേട്ടോ കഥ. എന്തായാലും അവൾ നോർവേയിൽ വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. ഞാനും ഹാപ്പിയാണ്, അവളും ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ്, ബൈ ബൈ.